എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിൽ കോക്കടവിൽ അങ്കണവാടി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി ഉദ്ഘാടനത്തിനെത്തിയ തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിച്ചു. നടന്ന യോഗത്തിൽ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡൊമിനിക് കോയിത്തുരുത്തേൽ സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP രാജ്മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി അധ്യക്ഷത വഹിച്ചു. സന്ദീപ് വാര്യർ MLA അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒത്തിരി പേടിയോടുകൂടിയാണ് മാതാപിതാക്കളും അവിടെ ജോലി ചെയ്യുന്ന വർക്കറും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിരകാല അഭിലാഷമായിരുന്ന ഇവിടെ ഒരു അംഗൻവാടി വരണമെന്ന് ആവശ്യം കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഇവിടെ സ്ഥലത്തിന് വേണ്ട വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മനോഭാവം സമയോചിതമായി ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്മാർട്ട് അംഗനവാടിക്കാണ് ഇത്. വാസ്തവത്തിൽ നിർമ്മിതി കേന്ദ്രം നിർമ്മിച്ചത് കൊണ്ടാണ് ഇതല്പം ഫണ്ടൊക്കെ ബാക്കി വന്നത് എന്നാണ് രാജ്മോഹൻ സാർ പറഞ്ഞത്. ഇനിയും കുറച്ച് പൈസ ബാക്കിയുണ്ട്, ചില കാര്യങ്ങൾ കൂടി ഇവിടെ ചെയ്യാൻ സാധിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അത് മാത്രം പോരാ, ഇതിനകത്ത് കുറച്ചുകൂടി നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സും എല്ലാം കൊടുക്കേണ്ടതുണ്ട്. അതിനെല്ലാം നാട്ടുകാരുടെ ഒരു സഹായം കൂടി ഒരു MLA എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ, നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ കൂടെ കൊടുത്താൽ ഈ അംഗനവാടി ഒന്നുകൂടി മനോഹരമാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈസ്റ്റളേരിയുടെ വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ബഹുമാന്യമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഇവിടുത്തെ ഭരണസമിതിയുടെയും കൂടെ MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പാലിക്കാൻ വേണ്ടി തുടക്കം മുതൽ പരിശ്രമിച്ചിട്ടുമുണ്ട്. ബഹുമാന്യമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പല കാര്യങ്ങൾക്കും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഇതിനകം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് ഈ പ്രദേശത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. MLA ഓഫീസ് തൃക്കരിപ്പൂരിൽ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ ഈ അടുത്ത ദിവസം പ്രവർത്തനം ആരംഭിക്കും. അതോടൊപ്പം മലയോര മേഖലയ്ക്ക് വേണ്ടി ഈസ്റ്റളേരി, വെസ്റ്റളേരി, അതുപോലെ തന്നെ കയ്യൂർ, ചീമേനി 3 പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് വേണ്ടി MLA ഓഫീസിന്റെ ഒരു അനക്സ് ഇവിടുത്തെ ഈ നേതൃത്വം പറയുന്നതനുസരിച്ച് ഒരു സ്ഥലത്ത് നല്ല സ്ഥലം ചൂണ്ടിക്കാണിച്ചു തരുന്ന സമയത്ത്, ഐകകണ്ഠേന ചൂണ്ടിക്കാണിച്ചു തരുന്ന സ്ഥലത്ത് തന്നെ അടുത്ത ദിവസം തന്നെ പ്രവർത്തനം ആരംഭിക്കും. സ്പെഷ്യൽ ഓഫീസർ V ചന്ദ്രൻ, ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ അനീഷ്, പരപ്പ CDPO CT രാജശ്രീ, ജോർജ് കരിമഠം, PK മോഹനൻ, ജോണി താന്നിക്കൽ, ബാബു നിരപ്പിൽ, ചാക്കോ തെന്നിപ്ലാക്കൽ, തോമസ് കൊറ്റനാൽ, രാമചന്ദ്രൻ കുത്തൂർ, മൈക്കിൾ ഇടമുളയിൽ, ശരണ്യ വേണു എന്നിവർ പ്രസംഗിച്ചു. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം. ഈ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നല്ല സഹകരണം, നല്ല സേവനം, കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഭവന വായ്പ, ബസ്, കാർ, 2 വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ